സംസ്ഥാനത്തെ കോൺഗ്രസിലെ ഗ്രൂപ്പ് സമവാക്യങ്ങൾ മാറി മറിയുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. കൃത്യമായി പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദം ഉണ്ടായതിന് പിന്നാലെ പല ചേരികളും കോൺഗ്രസിൽ പുതുതായി രൂപപ്പെട്ട് കഴിഞ്ഞു. രാഹുലിനും ഷാഫിക്കും പിന്നിൽ അണിനിരക്കുന്ന യൂത്ത് ബ്രിഗേഡും മറ്റണികളും ശത്രുപക്ഷത്ത് നിർത്തുന്നത് പ്രധാനമായും ഒരാളെയാണ്. അത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെയാണ്. നേരത്തെ പറഞ്ഞ സമവാക്യങ്ങൾ മാറി മറിഞ്ഞതാണ് സതീശനെ യുവനേതാക്കളുടെ ശത്രുപക്ഷത്ത് ഇരുത്തിയ ഘടകം എന്ന് കാണാൻ സാധിക്കും. സമൂഹ മാധ്യമങ്ങൾ വഴി പ്രതിപക്ഷ നേതാവിനെ കടന്നാക്രമിക്കുകയാണ് കോൺഗ്രസിലെ യുവനേതാക്കളുടെ അണികളായി പ്രവർത്തിക്കുന്നവർ എന്ന് കാണാൻ സാധിക്കും. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഉൾപ്പെട്ട ലൈംഗിക അപവാദം കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് സാധ്യതകളെ മാത്രമല്ല പാർട്ടിയിലെ ഗ്രൂപ്പ് സമവാക്യങ്ങളെ പോലും മാറ്റിമറിക്കുന്ന സ്ഥിതിയിലേക്ക് വളർന്നിരിക്കുകയാണ്. ആരോപണം ഉയർന്നതോടെ രാഹുലിനെ തള്ളിപ്പറഞ്ഞ വി ഡി സതീശനെതിരെ ഷാഫി പറമ്പിലിന്റെയും രാഹുൽ മാങ്കൂട്ടത്തിലിന്റെയും അടുപ്പക്കാർ രംഗത്ത് വരികയാണ്. അതിൽ പ്രമുഖനായ ഒരു വ്യക്തി സതീശനെ ലക്ഷ്യമാക്കി സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചത് ഇങ്ങനെയാണ്: പ്രതിപക്ഷ നേതാവ് പറവൂരിന് പുറത്ത് അറിയപ്പെടാതിരുന്ന കാലത്തും ഞങ്ങൾ ഈ പണി ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രതിപക്ഷ നേതാവിനെ CPM-ഉം മാധ്യമങ്ങളും ആക്രമിക്കുന്നേ എന്ന് പറഞ്ഞ് കുറെ ഫാൻസുകാർ പോസ്റ്റുമായി ഇറങ്ങിയിട്ടുണ്ട്. ഏത് CPM ആണോ പ്രതിപക്ഷ നേതാവിനെ ആക്രമിക്കുന്നത്? ഏത് മാധ്യമങ്ങളാണോ പ്രതിപക്ഷ നേതാവിനെ ആക്രമിക്കുന്നത്? ഉമ്മൻചാണ്ടിയെയും രമേശ് ചെന്നിത്തലയെയും ഒക്കെ ആക്രമിച്ചതിന്റെ 100-1 നമ്മുടെ പ്രതിപക്ഷ നേതാവിനെതിരെ CPM പറയുന്നുണ്ടോ? പറയില്ല. കാരണം എന്താ? സതീശൻ അവരിപ്പോഴും വലിയ എതിരാളിയായി കാണുന്നില്ല. ഷാഫി അനുകൂലിയായ ആളാണ് ഇങ്ങനെ എഴുതിവിട്ടത്. ഈ സാഹചര്യത്തെ പരമാവധി ഉപയോഗിക്കാൻ പ്രതിപക്ഷ നേതാവിന്റെ കോൺഗ്രസിലെ എതിരാളികൾ നീക്കം തുടങ്ങിയതോടെ സതീശൻ ഒറ്റപ്പെടുന്ന സ്ഥിതിയായിട്ടുണ്ട്. ഏകദേശം 1 മാസത്തിലേറെയായി സതീശനെതിരെ ഇത്രയും നീചമായ തരത്തിലുള്ള പ്രചാരണം നടന്നിട്ടും പാർട്ടി നേതൃത്വം മൗനം പാലിക്കുന്നുവെന്ന അഭിപ്രായമാണ് സതീശൻ അനുകൂലികൾക്ക് ഉള്ളത്. ഇത് സതീശൻ എന്ന വ്യക്തിക്കല്ല ഡാമേജ് ഉണ്ടാക്കുന്നത്, വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ മുന്നണിയുടെ വിശ്വാസ്യതയ്ക്ക് തിരിച്ചടിയാകുമെന്നും അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇത്തരത്തിൽ പാർട്ടിയിൽ ഒരു വിഭാഗത്തെ അഴിച്ചുവിടുന്നത് മുന്നണിയുടെ അന്ത്യം കുറിക്കുമെന്ന് അഭിപ്രായം ഒരു പക്ഷത്തുണ്ട്. അതേസമയം ഇക്കാര്യത്തിൽ ഇടപെടേണ്ടതില്ലെന്ന നിലപാടാണ് മുതിർന്ന നേതാക്കൾക്കുള്ളത്. യുവനിര എന്ന പേരിൽ സതീശൻ തട്ടിക്കൂട്ടിയ സംവിധാനം ആകെ പൊളിഞ്ഞുവെന്നും ഒരു കാലത്തും ഇല്ലാത്ത വിധം മുതിർന്ന നേതാക്കളെ ഒതുക്കി യാതൊരു ക്യാരക്ടറുമില്ലാത്ത കുറെ പേർക്ക് അമിത സ്വാതന്ത്ര്യം കൊടുത്തതിന്റെ ഫലമാണിതെന്ന് മുതിർന്നവർ പറയുന്നുണ്ട്. പാർട്ടിയുടെ സോഷ്യൽ മീഡിയ ഇടപെടലുകളെ ഈ നിലയിൽ എത്തിച്ചത് സതീശന്റെ നീക്കങ്ങളായിരുന്നു. എതിരഭിപ്രായം പറയുന്നവരുടെ കുടുംബത്തെ അടക്കം പച്ചത്തെറി വിളിക്കുന്ന അവസ്ഥയിലേക്ക് അത് എത്തി നിൽക്കുകയാണെന്നും അതാണ് ഇപ്പോൾ സതീശനെ തിരിഞ്ഞു കൊത്തുന്നതെന്നും മുതിർന്ന നേതാക്കൾ പറയുന്നുണ്ട്. പ്രതിപക്ഷ നേതാവ് എന്ന് പോലും പരിഗണിക്കാതെ ഇന്ന് വരെ ഇല്ലാത്ത വിധം വളരെ മോശം പരാമർശങ്ങളാണ് സതീശനെതിരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതെന്നും കാണാൻ സാധിക്കും.